ഗുഡ് മോർണിംഗ്. അത്യാവശ്യം സ്പീഡിലായിരുന്നു നമ്മൾ പോയത്. പെട്ടെന്നൊരു മാനെടുത്ത് കുറുകെ ചാടി. അങ്ങനെ തിരിച്ചു വരൂ. നമ്മൾ പെട്ടുപോയി. നമുക്ക് അങ്ങോട്ട് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഇതൊരു ട്രാവൽ വ്ലോഗ് ആണ് കേട്ടോ. ഞങ്ങളൊരു 3 days ട്രിപ്പ് പോവാണ്. എവിടേക്കാണ് എന്താന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇപ്രാവശ്യത്തെ ട്രിപ്പില് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ 2 പേരും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോ സാറ്റർഡേ ആണ്, October 12th. ഈ മൺഡേ കാനഡയിൽ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് കേട്ടോ, അതുകൊണ്ട് അവധിയുണ്ട്. സോ നമ്മൾ 3 days, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ രാവിലെയാണ് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരമുള്ള ഹാപ്പിബർ ഒന്നും നിങ്ങൾ കണ്ടില്ലല്ലോ, അതൊന്ന് കണ്ടിട്ട് പോയോ ഗൈസ്? ഞങ്ങൾക്ക് അറിയുന്നുണ്ടോന്ന് അറിയില്ലേ, ഓട്ടോ ആയിരുന്നു. ഇത്രയും സാധനങ്ങളോട് കാറിൽ കൊണ്ടുപോകാനുണ്ട്. ബാക്കി എല്ലാം ചെയ്ത് ഗാർബേജ് കൊണ്ട് കളഞ്ഞു, എല്ലാം അടുക്കി പറക്കൽ കാര്യങ്ങള്. 5:30 ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഒരു 1 hour ഉണ്ട് മിസ്സിസാഗിൽ നിന്ന് അവരെ പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ അങ്ങ് പോയാലോ? അങ്ങനെ നമ്മൾ കാർ പാർക്കിംഗ് ലോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. ഇങ്ങനെ ഓട്ടോ ആയിരുന്നു ഗൈസ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ വ്ളോഗ്, നമ്മുടെ ട്രിപ്പ് എങ്ങനെയാണ് പോകാൻ പോകുന്നതൊക്കെ കാണാൻ വേണ്ടി സ്റ്റേ ചെയ്തു. ഇതാണ് നമ്മുടെ ജോയൊരു ഹൈ പറയൂ. ഇതാണ് ബസ്. അതേ സാധനങ്ങളൊക്കെ നമ്മൾ കാറിലോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഫുഡിന്റെ വെട്ടിയുടെ ഫുഡാണ് എക്സൈറ്റഡ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ബേസ്. അപ്പൊ അതേ ബേസ് ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെച്ചെടുക്കുക. എനിക്കിഷ്ടമാണ്. സ്നാക്സ് ഒക്കെ അല്ലാതെ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ടിമ്മിൽ വല്ലതും പോയിന്തേലും കഴിക്കാം. ടിമ്മിന്നോ എന്താണെങ്കിലും എനിക്ക് വിശക്കുന്നു. തൽക്കാലം കഴിക്കുന്നില്ല. ലേസ് എന്തെങ്കിലും ഉണ്ട്. എനിക്ക് ഭയങ്കര വിശപ്പാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് എനിക്കായിട്ട് ബേസ് ചെയ്തേ ലേസ് പോലത്തെ ഒരു സ്നാക്ക് ആട്ടോ ഇതൊക്കെ എടുത്തു തന്നു. പെട്ടികളെല്ലാം കാറിലോട്ട് കയറ്റി വെച്ചു. ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് പോവാനുള്ള തിരക്കിലാണ്. ഓക്കെ, പോവാം ഗൈസ്. നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം നോർത്ത് ബേ ആണ് കേട്ടോ. ഞാൻ കാറിലിരുന്ന് സ്നാക്സ് കഴിച്ചെങ്കിലും എനിക്കിങ്ങോട്ട് വിശപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ലായിരുന്നു. സോ നമ്മൾ മെക്ഡിയിൽ കയറാമെന്ന് വിചാരിച്ചു. മെക്ഡിയിൽ ബർഗർ കഴിക്കേണ്ട, നമുക്ക് അപ്പുറത്തെ ഹാവീസിൽ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീം മാത്രം ഓർഡർ ചെയ്തു. അങ്ങനെ കുറേ നാൾ കൂടി ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. നമ്മൾ മെക്ഡി വേണ്ടെന്ന് വെച്ച് നല്ല ബർഗർ കഴിക്കാൻ ഹാവീസ് ചെന്നപ്പം അതും ഏകദേശം ക്ലോസ് ആവാറായി. 9 മണി ആവാറായിരുന്നേ. അപ്പൊ ബസ്സിൽ പോയേക്കാ ഫുഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓപ്പണാണോ? ബസ്സി സന്തോഷത്തോടെ ഏറ്റവും ആഗ്രഹം പറഞ്ഞു. എനിക്ക് ജൂനിയർ ക്രിസ്പി ചിക്കൻ മതി. നിനക്കും ക്രിസ്പി ചിക്കൻ പോരാ? അതായിരിക്കും നല്ലത്. 2 ജൂനിയർ ക്രിസ്പി ചിക്കൻ മതി. ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് ഇവര് ക്ലോസ് ചെയ്യാൻ പോകുന്ന നമുക്ക് തോന്നി. പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഹാർവീസ് കനം. ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച നമ്മുടെ ബർഗർ. അപ്പൊ നമ്മള് കാറിൽ കയറി കഴിക്കട്ടെ. നല്ല തണുപ്പുണ്ട് പുറത്ത്. കമോൺ ഗൈസ്, നമുക്ക് കാറിൽ കയറാം. പുറത്ത് നല്ല തണുപ്പായിരുന്നേ, അതുകൊണ്ട് നമ്മൾ കാറിൽ ഇരുന്ന് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. നമ്മൾ അതിന്റെ ഇടയ്ക്ക് അതെ. ഇനി ഇവിടെ നേരെ നമ്മള് എങ്ങോട്ടാ പോകുന്നത് ബ്രോ? നോർത്ത് ബേ. അവിടെ നീ എങ്ങോട്ടാ പോകുന്നതൊക്കെ പിന്നെ പറയാം. അതൊന്നും ഇപ്പൊ പറയില്ല, സസ്പെൻസ്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഏകദേശം എത്താറായി. അപ്പൊ നമ്മൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ അല്ലേ? എങ്ങനെയാണ് തണുപ്പ്? കുഴപ്പമില്ലാത്ത കിരണും ജോയിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു, സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് അകത്തോട്ട് കയറട്ടെ കേട്ടോ. നമ്മൾ എയർബിഎൻബി അല്ല മോട്ടലാണ് ഇപ്രാവശ്യം ചൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ അങ്ങനെ അധികം നേരം സ്റ്റേ ഒന്നുമില്ല, ഉറങ്ങാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, നമ്മുടെ ചാവിയൊക്കെ കിട്ടി. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ വന്ന മോട്ടലിലെ പാർക്കിംഗ് ഉണ്ടോ? ഏകദേശം ഫുള്ളാണ് അല്ലേ? എന്താണ് ഇവിടുത്തെ തിരക്ക്? ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നേക്കാന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് റൂമിലൊക്കെ എത്തി. ഞാൻ ജസ്റ്റ് കാണിച്ചായിരുന്നല്ലോ അല്ലേ റൂമിൽ കയറിയതൊക്കെ. ഒന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോവാ. ഇപ്പോൾ ഓൾറെഡി 2 മണിയായി രാത്രി. ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നിരുന്ന് അങ്ങനെ സമയം പോയി അറിഞ്ഞില്ല ആക്ച്വലി.
ഇനിയെങ്കിലും കിടന്നില്ലെങ്കിൽ നാളെ രാവിലെ നേരത്തെ എണീക്കില്ല. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അടുത്ത സ്ഥലങ്ങൾ തപ്പി പോകുന്നതാണ്. ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക എവിടേക്കാണ് പോകേണ്ടതെന്ന്. സോ അതൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പം തന്നെ കിടക്കും. നല്ല ക്ഷീണമുണ്ട്. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ. ഗുഡ് മോർണിംഗ്. നമ്മളിനി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നോർത്ത് ബേ എക്സ്പ്ലോർ ചെയ്യാൻ പോവും. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കാണാം. നമ്മൾ ലഗേജൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. നമ്മളിങ്ങനെ എല്ലാം എടുത്ത് വയ്ക്കുന്നു. എൻ്റെ ഇനി ഇത്രയും കൂടെ ബാഗിൽ കയറ്റാനുണ്ട്. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം കേട്ടോ. ഒരു ആപ്പിൾ ജ്യൂസും ബ്രെഡും. ഇവിടെ വേഫേഴ്സ്. നമ്മളപ്പോൾ ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് ട്രിപ്പ് സ്ഥലത്തോട്ട് പോവാണ്. നല്ല വെയിലാണ്. സോ നമ്മുടെ ഡേ 2 ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം എവിടെയാ പോകുന്നത് ഗൈസ്? നിപ്പിസിംഗ് ലേക്കിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വഴിയേ കാണാം. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ ലൊക്കേഷൻ എത്തി കേട്ടോ. നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ വന്ന സ്ഥലം നിപ്പിസിംഗ്. ഫോൾ കളേഴ്സ് വന്നു തുടങ്ങി കേട്ടോ. ലേക്കിന്റെ കളർ കണ്ടോ? ജസ്റ്റ് ഒരു ബ്ലൂഷ്. അവർ ടിക്കറ്റ് കിട്ടിയോ? അവരങ്ങോട്ട് നോക്കുന്നുണ്ടോ ഓപ്പൺ ആവുന്നത്? കാരണം ഈ ഒരു ടൈമിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ 10:42 ആയിട്ടോ രാവിലെ. അപ്പം അവർ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് അതെന്തായാലും നോക്കാം. എന്ത് ശാന്തസുന്ദരമായ സ്ഥലം. കൗണ്ടറിൽ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് എല്ലാം ക്ലോസ് ചെയ്തേക്കുവാണ്. നമുക്ക് ക്രൂസിലൊന്നും പോകാൻ പറ്റില്ല. ക്രൂസിൽ കയറണം എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ നിപ്പിസിംഗിലോട്ട് വന്നത്. ഗൈസ്, നമുക്ക് ക്രൂസിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ക്രൂസിൽ പോകാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഒക്ടോബർ സീസൺ എൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ക്രൂസ് ഇല്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ പോവായിരുന്നെങ്കിൽ പോകേണ്ടത്. നല്ല തണുപ്പുണ്ടോ? അതിന്റെ ഷെയ്ഡ് കാറ്റ് നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോവാം. ഇവിടെ എഴുതി വെച്ചേക്കുക, നോ ഷർട്ട് നോ ഷൂസ് നോ പ്രോബ്ലം. ജിമ്പില് ലേക്ക് ചാടാൻ പറ്റിയ അവസ്ഥയാ. തണുത്തിട്ട് ഇവിടെ നിക്കാൻ വയ്യ. അപ്പോഴാ നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്ന ഒരു ട്രെയിനിലാണ്. അതുകൊണ്ട് നമ്മൾ ഷൂസ് ഒക്കെ മാറി കുറച്ചുകൂടെ കംഫർട്ടബിൾ ഷൂസ് ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും ട്രിപ്പ് തുടരാൻ പോവാം കേട്ടോ. നമ്മൾ വെറുതെ ഈ സ്ഥലത്ത് വന്ന് സമയം കളഞ്ഞു. പക്ഷെ കുറച്ച് കാണാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ക്രൂസ് പോകണം എന്നുള്ള മെയിൻ പേർപ്പസിലാണ് വന്നത്. പക്ഷെ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് ആസ് ഐ സെഡ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് എവിടെ പോവാന്നിങ്ങനെ നോക്കുമായിരുന്നു. നമ്മൾ ഓൾറെഡി ഇന്നലെയൊക്കെ നോക്കി. പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. വിളിച്ചു നോക്കുമ്പോൾ ഇന്ന് അവരെ കിട്ടുന്നില്ല. ഇപ്പം സീസൺ അല്ലല്ലോ, വിന്റർ തുടങ്ങിയത് കൊണ്ട് പല ഇങ്ങനത്തെ കനോയിങ് കയാക്കിംഗ് ഒക്കെ ക്ലോസ്ഡ് ആണ്. നമ്മളിപ്പോ ഇനി വേറൊരു നമ്മൾ ട്രെയില് പോവാന്ന് വിചാരിക്കുന്നത്. വാട്ടർഫോൾസ് ഒക്കെ ഉള്ള ട്രെയിലാണ്. ഒരു വായി കൊള്ളാത്തൊരു പേരാട്ടോ. എന്താ ദുഷൈലല്ലേ? ദുഷൈൻ എന്ന് പറഞ്ഞു ഫോൾ സ്ട്രീറ്റ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയി, അവിടെ എന്താണ് സിറ്റുവേഷൻ നമുക്കറിയില്ല. എനിവേ നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്താ ഇവിടുത്തെ കളേഴ്സ് ഒക്കെ മാറി തുടങ്ങി. പ്രോപ്പർ റെഡും അങ്ങനെ കണ്ടോ? ഇതുണ്ടോ? നമ്മുടെ അങ്ങോട്ടൊന്നും അങ്ങനെ കളേഴ്സ് മാറിയിട്ടില്ല. കണ്ടോ? മൊത്തം ഇങ്ങനെ ഫോൾ കളേഴ്സിന്റെ ലീവ്സിന്റെ എല്ലാം കളർ മാറി. നമ്മൾ അതൊക്കെ കാണാനാണ് മെയിനായിട്ട് കൊതിച്ചത് അല്ലടാ. നമ്മളിവിടെ എത്തിയപ്പം ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ട്. ഭയങ്കര തിരക്ക് ട്രെയിനില്. അവിടുന്ന് പാർക്ക് ചെയ്ത് വരിക. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. എന്നിട്ട് ഇതെന്താ ഇത് ഞാൻ പറഞ്ഞ ഒരു വായി കൊള്ളാത്തൊരു പേരാണ്. ഞാൻ വീണ്ടും പറഞ്ഞു കൊള്ളാക്കുന്നില്ല, ഞാൻ എഴുതി കാണിക്കാം. അപ്പോൾ അവിടെ ആ ട്രെയിൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ആദ്യമേ കണ്ടിട്ട് സോറി ക്ലോസ് എന്നാണ്. ഞങ്ങൾ ഇവിടെ ഞങ്ങൾ 3G ആയി നടക്കില്ല, ഞങ്ങൾ തിരിച്ചു പോകേണ്ടതെന്നാണ് വിചാരിച്ചത്. പക്ഷെ ലക്കിലി ബ്രിഡ്ജ് ക്ലോസ് എന്നാണ് കണ്ടത്. കണ്ടോ? ഞങ്ങൾ ബ്രിഡ്ജ് എന്നുള്ളത് വായിച്ചില്ല ഗൈസ്. ഈ ട്രെയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ട്രെയിലാകുമ്പോൾ കുറച്ച് നടക്കാൻ കാണുമല്ലോ. അപ്പം നമ്മൾ നല്ല പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു പോയത്. നമ്മൾ ട്രെയിൽ കയറി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ചെറിയൊരു അരുവി കണ്ടു. അരുവിയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു വാട്ടർഫോൾസ് കാണാൻ പറ്റും. അപ്പം നമ്മൾ അത് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. വാട്ടർഫോൾ പക്ഷെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. വലിയ തണുപ്പൊന്നും തോന്നിയതുമില്ല.
പല സ്ഥലങ്ങളിലും നല്ല സ്ലിപ്പർ ആയിരുന്നു കേട്ടോ, കല്ലൊക്കെ നല്ല തെന്നി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കിരൺ മെയ്ഡ് ഷുവർ ദാറ്റ് എപ്പോഴും എൻ്റെ കൈ പിടിക്കുന്നുണ്ട്, ഞാൻ സേഫ് ആണെന്ന് അവൻ എപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മാപ്പ് നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നു എങ്ങോട്ടാ നടക്കണ്ടേന്നൊക്കെ. കമോൺ ബസി ചെയ്യൂ. ഇവിടുന്ന് ഒരു ഏരിയ വ്യൂ കിട്ടിയ അടിപൊളിയായിരിക്കും ഞങ്ങൾക്ക് തോന്നി. അവിടുത്തെ ഡ്രോണൊക്കെ എടുത്ത് ഒന്ന് ഫ്ലൈ ചെയ്യാൻ നോക്കുക, അതൊന്ന് കിട്ടാൻ പെട്ട പാട്. നമ്മുടെ ഡ്രോൺ ദേ കണ്ടോ അവിടെ അങ്ങ് അവിടെ. അയ്യോ, നമ്മൾ ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്തു, പക്ഷെ കുറച്ചു നേരമായിട്ട് ഡ്രോണിനെ കാണുന്നില്ലായിരുന്നു, മിസ്സിങ് ആയിപ്പോയായിരുന്നു. ഇപ്പൊ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനി അത് താഴോട്ട് ഇറക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് കിരൺ. അങ്ങനെ തിരിച്ചു വരൂ, മതിയടാ പാടാ. ഞങ്ങൾ തിരിച്ച് ചെറിയൊരു ട്രെക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയേക്കോ കേട്ടോ. ഇങ്ങനെയല്ലേ അല്ലേ? അപ്പോൾ തിരിച്ചിറങ്ങി വിശക്കാൻ തുടങ്ങി. അപ്പം ഇനി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിനി നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് പോകണം. നമ്മുടെ സീ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അറിയില്ല അങ്ങനത്തെ ഇത് നിയർ ബൈ ഉണ്ടാവുമോ എന്ന്. എനിവേ നമുക്ക് നോക്കി നോക്കി പോകാം. അങ്ങനെ നോക്കി നോക്കി നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടി. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി തപ്പി അവസാനം ഈ ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. എങ്ങനെയുണ്ട്? സ്പൈസിയാണ്, രക്ഷയില്ല. മീഡിയാണ് ഓർഡർ ചെയ്തത്. സ്പൈസ് ലെവല് രക്ഷയില്ല. എല്ലാവരുടെയും കണ്ണൊക്കെ നിറഞ്ഞു. മറ്റേ എങ്ങനെയുണ്ടോ നമ്മളൊന്നും പറയാൻ പറ്റില്ല, വികാരം നിർഭരനായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ ഫുഡ് അന്വേഷിച്ച് അതെ, വന്നു തെറ്റത് സിംഹത്തിന്റെ മടയിലായി പോയി. ഞങ്ങളുടെ സ്പൈസിന്റെ കണക്ക് തെറ്റിപ്പോയി. ഇവിടെ മൈൽഡ് ഉണ്ടായിരുന്നു, മീഡിയം ഉണ്ടായിരുന്നു, സ്പൈസി ഉണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു നമ്മുടെ അടുത്ത് സ്പൈസി ആണോ മീഡിയം ആണോ എന്ന്. നമ്മൾ മീഡിയം പറഞ്ഞു. 1 more ലെവൽ ഉണ്ടായിരുന്നു, മൈൽഡ് എന്ന് പറഞ്ഞു. ഇത് കഴിച്ച് നമ്മുടെ എല്ലാവരുടെയും വയറ് കത്തിപ്പോയി. അയ്യോ, വയ്യാണ്ടായിപ്പോയി. അതിനകത്ത് എല്ലാവരുടെയും മൂക്കിന്നും കണ്ണിന്നൊക്കെ വെള്ളം. ഇവള് പറഞ്ഞത് സ്പൈസി. ഞാൻ സ്പൈസിയാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ പെട്ടുപോയത് ഗൈസ്, പെട്ടു. പക്ഷെ വിശപ്പുള്ളതുകൊണ്ടും ഫുഡ് യമ്മി ആയതുകൊണ്ടും ഞാൻ ഒരു പകുതിയൊക്കെ തീർക്കാൻ നോക്കി. പകുതി തീർത്തു, ബട്ട് ഫുള്ളൊന്നും തീർക്കാൻ പറ്റിയില്ല. നമ്മളെ കൊണ്ടാവില്ല മക്കളെ. അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങി. ജോയും ബസ്സും ഇപ്പൊ വരും. അപ്പൊ അവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. നമ്മൾ മിക്കവാറും ഇനിയിപ്പം ഇനി നമ്മൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? നോർത്ത് ബേ വിടാൻ പോവാ അല്ലേ? നമുക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ട്. അപ്പം നമ്മൾ അതും കൂടെ കഴിച്ചിട്ട് നോർത്ത് ബേ നിന്ന് മാറി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തോട്ട് പോവാണ്. അപ്പൊ ഇനി ഐസ്ക്രീം കഴിച്ചാലോ? നമ്മുടെ ഓഫീസിൽ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം ചോക്കോബാർ കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പോൾ അവരിവിടെ എന്തോ സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുക. ഞാനും ബസ്സിൽ കൂടെ പോയി വാങ്ങി. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പാരി സൗണ്ട് എന്ന് പറഞ്ഞ ടൗൺ ആണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു സംഭവം കണ്ട് വണ്ടി നിർത്തി കേട്ടോ. നമ്മൾ മെയിൻ റോഡ് എടുക്കാണ്ട് ചെറുതായിട്ടൊന്ന് ഒരു എന്താ പറയാ ഓഫ് റോഡ് പോലെ എടുത്തു. അപ്പൊ നമുക്ക് കണ്ടൊരു കാഴ്ചയാണ്, കാണിച്ചെടുക്കട്ടെ. ഞങ്ങൾ കണ്ടൊരു സംഭവം കേട്ടോ. ഇതുണ്ടോ എൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് നടന്നു നോക്കി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ക്യാമറ എത്രത്തോളം ജസ്റ്റിസ് കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ശരിക്കും ഫോൾ ആയതിൻ്റെ ഒരു വ്യൂ ആണിത്. ഇതുണ്ടോ, ഒരു ബുക്സ് ഒക്കെ വെച്ചേക്കുന്ന സ്റ്റോറിങ് സ്പേസ് ആണെന്ന് തോന്നുന്നത്. അങ്ങോട്ടൊക്കെ ഉണ്ട് സ്ഥലം, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അല്ലേ, നമുക്ക് തിരിച്ചു നടക്കാം. ശരിക്കും ചിരിച്ചേ കുറച്ച് കേട്ട്. നമ്മൾ ഈ ബ്യൂട്ടിഫുൾ വ്യൂ എല്ലാം കണ്ട് തിരിച്ചു പോകാൻ വേണ്ടി വണ്ടി എടുത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പം ദേ നമ്മൾ പെട്ടുപോയി. നമുക്ക് അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അതിനുള്ള ഗ്യാപ്പില്ല. പോകില്ലല്ലേ? പോകില്ലല്ലോ. വേണ്ടല്ലേ? ഇടയ്ക്കൊരു റോഡ് ഇങ്ങനെ റിസ്ക് എടുക്കണ്ട, തിരിച്ചു പോവാം. നമ്മള് വേറൊരു വഴി എടുക്കാൻ നോക്കിയതായിരുന്നു, പക്ഷെ അപ്പം ഇവിടെ കൂടെ ഈ ചെറിയ ഇതിൽ കൂടെ കാറ് പാസ് ചെയ്യില്ല.
നമ്മൾ വന്ന വഴി മൊത്തം റിവേഴ്സ് എടുത്ത് വീണ്ടും ഹൈവേ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു LCBO കണ്ടിട്ട് അറ്റൻഡൻസ് ഇടാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കയറി ബിയർ വാങ്ങിച്ചു. ഞങ്ങളായിരുന്നു അവരുടെ ലാസ്റ്റ് കസ്റ്റമേഴ്സ്. നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയുള്ളത്? ഞങ്ങളിപ്പോൾ വൈറ്റ് സ്റ്റോൺ എന്നൊരു സ്ഥലത്താണ്. ഇവിടുത്തെ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 1000. ഒരാളെ കണ്ടോളൂ. ഒരാള് ആകെ ഈ സ്ഥലത്ത് ഞങ്ങൾ വന്നിട്ട് ആ ഒറ്റ ഒരാളാണ് ഞങ്ങൾ ഇതുവരെ കണ്ടത്. വേറെ ആരെയും റോഡിൽ ഒരു മനുഷ്യനെ കാണില്ല. അടുത്ത് ചെറിയൊരു ലേക്ക് സൈഡ് ഉണ്ട്, സിറ്റി സെന്റർ പോലത്തെ അവിടുത്തെ അവരുടെ ഏരിയ. അതെ, ഫയർ ഹൗസ്. ലേക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഒക്കെ വീണ്ടും എടുത്തിട്ടു. ഇത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ സാറ്റർഡേ തൊട്ട് ട്യൂസ്ഡേ വരെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. 4 days വരുന്നുണ്ട്. രണ്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് സാറ്റർഡേ സൺഡേ ഇന്നത്തെയും വീഡിയോ കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ആക്കാം. പിന്നെ മൺഡേ ആൻഡ് ട്യൂസ്ഡേയിലെ വീഡിയോ ക്ലിപ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ കൂടെ ആക്കാം. അങ്ങനെ 2 വീഡിയോസ് 2 കോണർ ഞാൻ നോക്കിയിട്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ 2 വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ലെങ്ത്തും കൂടി പോവും, എനിക്ക് എഡിറ്റ് ചെയ്യാനും പാടായിരിക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി 2 വീഡിയോസും കറക്റ്റായിട്ടൊന്ന് കാണണം കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ഹാർഡ്ലി ഒരു 30 minutes ഉള്ളൂ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പാരീസ് സൗണ്ടിലോട്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി കേട്ടോ. നമ്മളെല്ലാവരും ശരിക്കും പാനിക്കായി. അത്യാവശ്യം സ്പീഡിലായിരുന്നു നമ്മൾ പോയത്. പെട്ടെന്ന് ഒരു മാൻ എടുത്ത് കുറുകെ ചാടി. നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ടോണ്ട് നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ആയി. ഈ മാനെങ്ങാണ്ട് നമ്മുടെ കാറിൽ ഇടിച്ചിരുന്നെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടിയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ ഷോക്കിലായിരുന്നു കുറച്ചു നേരം. എന്താണെങ്കിലും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന മോട്ടലിലെത്തി. നമ്മുടെ റൂം ഡേ 11 ആട്ടോ. നമ്മളത് പേ ചെയ്ത് അവിടുന്ന് കാറ് കൊണ്ടിടുക. എൻ്റെ കയ്യിലാടാക്കി അമ്മേ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഞങ്ങളൊന്ന് ഓപ്പൺ ചെയ്തെല്ലാം നോക്കി. സാധനങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് കയറ്റി വെക്കണം അല്ലേ. 2 ബെഡ്സും ഒരു വാഷ്റൂം പിന്നെ വാഷ് ബേസിൻ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്ത് എൻ്റെ റൂമിലോട്ട് പോവാ. നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഈ ബാഗ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം റൂമിലേക്ക് വെക്കേണ്ട സാധനങ്ങളെല്ലാം ആവും. നമ്മൾ ലഗേജ് എല്ലാം വെച്ചൊന്ന് സെറ്റിലാവട്ടെ. എന്നിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്തു. എന്നിട്ട് പിക്കപ്പ് ചെയ്യാൻ വന്നു. നമ്മളതിൻ്റെ ഇടയ്ക്കൊന്ന് ഫ്രഷ് ഒക്കെ ആയി. ഇതേ ഫുഡൊക്കെ എടുത്തു വെച്ചു. എന്നാൽ ബിയറും കുടിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ വിങ്സും ആയിരുന്നു വാങ്ങിച്ചത്. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് അഭിനയിച്ച് കിടക്കാതെ വൈൻഡപ്പ് ചെയ്യട്ടെ. ചാടി എണീറ്റിട്ടുണ്ട്. ഞാൻ അത് വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ, അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു. ഇനി കിടന്ന് ഉറങ്ങാൻ സമയം അല്ലേ ഗൈസ്? നമ്മള് ഉറങ്ങാറായി. ഇപ്പം 10:30 നമുക്ക് നേരത്തെയാണ്. എന്നാലും നമ്മൾ ഇന്നത്തെ ട്രാവലിന്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ടും നാളെ നേരത്തെ എണീറ്റ് ഒരു ഐലൻഡ് പോകാനുള്ളതുകൊണ്ടും അല്ലെ. അപ്പം നാളെ നമ്മളൊരു ഐലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം നാളത്തെ ഇനി 2 ദിവസത്തെ വീഡിയോ കൂടെ കവർ ചെയ്യാനുണ്ടല്ലോ. ആ വീഡിയോസും കൂടെ ഇതിൽ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഇനി വരുന്ന 2 ദിവസത്തെ വീഡിയോസ് ഞാൻ പുതിയൊരു വ്ളോഗായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിന് വേണ്ടി നിങ്ങൾ പാർട്ട് 2 വെയിറ്റ് ചെയ്യണം. ഇത് ഞാൻ പാർട്ട് 1 ആയിട്ടാണ് ഇടാൻ പോകുന്നത്. സോ ഐലൻഡിലെ കാര്യങ്ങളും ഇനി ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലങ്ങൾ ഏതാണ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് കീപ് വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ, നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.